നിരന്തരം കാട്ടാനശല്യമുള്ള ജനവാസ മേഖലയാണിതെന്ന് കോട്ടപ്പടി സ്വദേശി വർഗീസ് പറഞ്ഞു. കാട്ടാന കിണറ്റിൽ വീണതോടെ തങ്ങളുടെ കുടിവെള്ളമാണ് മുട്ടിയത്. കാട്ടാനശല്യം പ്രദേശത്ത് കൂടുതലായതുകൊണ്ട് നാട്ടുകാരുടെ തീരുമാനത്തിനൊപ്പമാണ് തങ്ങളെന്നും വർഗീസും കുടുംബവും മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. കോട്ടപ്പടിയിലെ വടക്കും ഭാഗത്ത് കുട്ടിയാന വീട്ടത് വീഴ്ചാട് വർഗീസിന്റെ വീട്ടിലാണ്. അദ്ദേഹമാണ് നമുക്കിപ്പോൾ ഉള്ളത്. എപ്പോഴാണ് ഇത് അറിഞ്ഞത്? പലർക്ക് നേരം വെളുപ്പിന് അവർ വെച്ചടിച്ചിരുന്നപ്പോൾ അനക്കം കേട്ടോ അവർ നോക്കിയാൽ തന്നെ വിളിച്ചത് ഈ വീട്ടിലെ ആള്. സ്ഥിരമായിട്ട് ആന വരാറുണ്ടോ ഇവിടെ? പിന്നില്ലേ ആന വലിയ ശല്യമാണോ ആനയെ കൊണ്ട്? ശല്യമാണ്. ഇവിടെ 2-3 പ്രാവശ്യം വന്ന ആന വാഴ വലിച്ചുകൊണ്ട് പോയി ഞങ്ങളുടെ തെങ്ങും തൈ കളഞ്ഞു. ഇപ്പോൾ 2-3 പ്രാവശ്യം തെങ്ങും തൈ കളയണു. ഞങ്ങളുടെ കുടി മുഴുവൻ ചവിട്ടി നാശാക്കി. അന്നൊക്കെ ഞങ്ങൾ പരാതി പറഞ്ഞിട്ട് ഒരു പ്രയോജനം ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ കിണറാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ? ഞങ്ങൾ കുടിക്കണ വെള്ളം അത്. ഇപ്പോൾ വനംവകുപ്പ് എന്ന് പറഞ്ഞെന്താ? ഞങ്ങളോട് JCB വന്ന് മണ്ണെടുത്ത് ആന കയറ്റിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എൻ്റെ കെട്ടിയവന് ഓർമ്മക്കുറവുണ്ട്. ഇപ്പോൾ തലയ്ക്ക് സ്ട്രോക്കും ഞരമ്പോ എല്ലാം ശോഷിച്ച് പോയായിരുന്നു, ഓർമ്മക്കുറവുണ്ട്. ഞാൻ പറഞ്ഞു നാട്ടുകാരെന്നാ പറയണോ അതുപോലെ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു. അല്ലാതെ ഞങ്ങൾക്ക് തന്നെ ഒരു തീരുമാനമില്ല. ഞങ്ങൾ 2 മാത്രമേ ഉള്ളൂ. ഈ വയസ്സിന് ഞങ്ങൾക്ക് 2 പേർക്കും സുഖമില്ലാത്തയാണ്. അതുകൊണ്ട് അവരെന്ത് പറയണോ അതുപോലെ ഞങ്ങൾ ചെയ്തോളാം എന്ന് ഞങ്ങൾ പറഞ്ഞു. കൃഷിയൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആനശല്യം ചെയ്യാൻ പറ്റില്ല. ഒരു സാധനം ഞങ്ങൾക്ക് നടാൻ പറ്റില്ല. കപ്പ ഈ മിറ്റത്തോടെ കപ്പ നട്ടിട്ട് അതും ആന കളയണോ, ആനയും പന്നിയും കളയണോ. കറക്റ്റ് ഒരു സാധനം ഞങ്ങൾക്ക് നടാൻ പറ്റണില്ല. ഞങ്ങൾക്ക് സ്ഥലവും കുറവാണ്, കുറച്ച് സ്ഥലമുള്ളൂ. ഇതാണ് ഇവിടുത്തെ ഒരു ദുരവസ്ഥ എന്നത്. അതായത് ഈ കോട്ടപ്പടിയിലെ പ്രധാന റോഡാണിത്. ആ റോഡിന്റെ സൈഡിലുള്ള വീട്ടിലാണ് ഈ കുട്ടിയാന വന്ന് കിണറ്റിൽ വീണിരിക്കുന്നത്. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.